ഹായ്, എൻ്റെ പേര് നന്ദന. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ അത്യാവശ്യം നല്ലൊരു റാങ്ക് തന്നെയാണ് കിട്ടിയത്. ക്വാളിഫൈ ആയി. എനിക്ക് അന്ന് 5000 റേഞ്ചിലായിരുന്നു എൻ്റെ റാങ്ക്. ഞാൻ ട്രിവാൻഡ്രം മോഹൻദാസ് കോളേജിലാണ് ബിടെക് പഠിച്ചത്, സിവില്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു പ്രോപ്പർ എയിം ഉണ്ടായിരിക്കും, നമുക്ക് എന്താണ് വേണ്ടത്. മറന്നു പ്രിപ്പറേഷൻ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരുന്നു. കാര്യം നമുക്ക് കോളേജിൽ പോകണം, കോളേജിൽ പോയിട്ട് കിട്ടുന്ന ബാക്കി ടൈം, ഈവനിങ് ടൈമൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളൂ. ഫസ്റ്റ് പ്രിപ്പറേഷൻ്റെ വന്നൊരു മിസ്റ്റേക്ക് മെയിനായിട്ടും അധികം എക്സാംസ് ഒന്നും അറ്റൻഡ് ചെയ്യാതെ പോയതാണ്. ഒരുപാട് ഇഷ്യൂസ് വരും, സ്ട്രഗിൾസ് വരും, ലോ പോയിന്റ്സ് വരും, നമുക്ക് വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വരും. ബട്ട് സ്റ്റിൽ ആ ഒരു എയിം മനസ്സിൽ വെച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അൾട്ടിമേറ്റ്ലി നമ്മൾ വിചാരിക്കുന്ന പോലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. ഹായ്, എൻ്റെ പേര് നന്ദന. ഞാൻ ട്രിവാൻഡ്രം മോഹൻദാസ് കോളേജിലാണ് ബിടെക് പഠിച്ചത്, സിവില്. അത് കഴിഞ്ഞിട്ട് സിവിലിയൻസിൻ്റെ ഗേറ്റ് ഡയറക്റ്റ് ബാച്ചിലർ ട്രിവാൻഡ്രത്താണ് ഗേറ്റ് പ്രിപ്പയർ ചെയ്തത്. ഞാൻ 4th ഇയറിൽ പഠിക്കുന്ന സമയത്താണ്, 4th ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് ഗേറ്റ് പ്രിപ്പറേഷൻ ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ അന്ന് സിവിലിയൻസിൻ്റെ ആഡൊക്കെ കണ്ടിട്ട് അവർ കോൺടാക്ട് ചെയ്ത് അങ്ങനെയാണ് സിവിലിയൻസ് ജോയിൻ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയായിരിക്കും ക്ലാസ് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, പറ്റിയാൽ കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ജോയിൻ ചെയ്യുന്നത് ഓൺലൈൻ ബാച്ചിൽ. ഇപ്പോൾ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അത്യാവശ്യം നല്ല ക്ലാസ് തന്നെയായിരുന്നു. ടോപ്പിക്സ് ഒക്കെ നന്നായി മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യാന്ന് തീരുമാനിക്കുന്നതും ഫൈനൽ ഇയർ കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്യുന്നത്. 4th ഇയറിലെ പ്രിപ്പറേഷൻ ജേർണി അത്യാവശ്യം സ്ട്രഗ്ലിംഗ് ആയിരുന്നു. കാര്യം ടൈം വളരെ കുറവായിരുന്നു. കോളേജിൽ പോയി വന്നിട്ട് പിന്നെ ബാക്കി കിട്ടുന്ന ഒരു ഈവനിങ് ടൈമും ഹോളിഡേയ്സും ഒക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ മാക്സിമം ആ ടൈം യൂട്ടിലൈസ് ചെയ്യായിരുന്നു. റെഗുലറായിട്ട് തന്നെ പഠിക്കുമായിരുന്നു. ക്ലാസ്സസ് ഒന്നും അധികം പെൻഡിങ് വെക്കാതെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുമായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് അത്യാവശ്യം നല്ലൊരു റാങ്ക് തന്നെയാണ് വന്നത്. 5000 റേഞ്ചിലായിരുന്നു എൻ്റെ ആ അറ്റംപ്റ്റിലെ റാങ്ക് വന്നത്. അപ്പോൾ ആദ്യം ആ ഒരു റിസൾട്ട് വെച്ചിട്ട് എംടെക്കിന് പോകാം എന്നൊക്കെ തന്നെയാണ് വിചാരിച്ചത്. പിന്നീട് ആലോചിച്ചപ്പോൾ ഫൈനൽ ഇയറിൽ ആ ഒരു റിസൾട്ട് കിട്ടിയെങ്കിൽ ഒരു ഇയറും കൂടെ ട്രൈ ചെയ്താൽ ഉറപ്പായിട്ടും ബെറ്റർ ആവും എന്നുള്ളൊരു ഫീലിംഗ് വന്നു. പിന്നെ സിവിലിയൻസിൻ്റെ സൈഡിൽ നിന്നായാലും സെക്കൻഡ് അറ്റംപ്റ്റ് കൊടുക്കണമെന്ന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. സോ അങ്ങനെയാണ് സിവിലിയൻസ് തന്നെ വീണ്ടും ഓഫ്ലൈൻ ബാച്ചിൽ ഗേറ്റ് റീ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുന്നത്. സെക്കൻഡ് അറ്റംപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി പഠിച്ചതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം എല്ലാ സിലബസിൻ്റെ അത്യാവശ്യം ഒരു പാർട്ടൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പഠിക്കുന്ന കാര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു സെക്കൻഡ് അറ്റംപ്റ്റിൽ. പക്ഷേ ഓൾറെഡി കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി കളഞ്ഞിട്ട് ഫ്രം സ്ക്രാച്ച് വീണ്ടും പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. സെക്കൻഡ് അറ്റംപ്റ്റിൽ കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ തന്നെയായിരുന്നു. കഴിഞ്ഞ തവണത്തേന്നും കൂടുതൽ ടൈം അതിന് തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും എക്സാംസ് എഴുതാനും എക്സാംസിൽ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് പിന്നീട് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാനും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും അതായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് സെക്കൻഡ് അറ്റംപ്റ്റിൽ. ക്ലാസ്സസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ ഫാക്കൽറ്റീസും വളരെ സപ്പോർട്ടീവാണ്. എല്ലാവരും നന്നായിട്ടാണ് ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓരോ സബ്ജക്റ്റിനെ നമ്മൾ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണോ ആ രീതിയിലായിരിക്കും ഓരോ ഫാക്കൽറ്റിയുടെയും ടീച്ചിങ് സ്റ്റൈല്. പിന്നെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായാലും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ചിലപ്പോൾ നമ്മളത് മറന്ന് പോയിട്ടുണ്ടാകും. നമ്മൾ ആ ക്വസ്റ്റ്യൻ അവർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരത് ഓർത്തിരുന്ന് പിന്നീട് നമ്മൾ വിളിച്ച് പറയും ഒക്കെ ചെയ്യും. കറക്റ്റ് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഫാക്കൽറ്റീസ് ചെയ്തു തരുമായിരുന്നു. അത്രയും ഡെഡിക്കേറ്റഡ് ആണ് അവിടുത്തെ എല്ലാ ഫാക്കൽറ്റീസും. ഫസ്റ്റ് അറ്റംപ്റ്റിൽ പറ്റിയൊരു മെയിൻ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ അധികം എക്സാംസ് ഒന്നും അറ്റംപ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നില്ല, മോക്ക് ടെസ്റ്റ് ഒക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഫസ്റ്റ് എക്സാം എഴുതുന്ന സമയത്തും ഉണ്ടായിരുന്നു. എക്സാമിൻ്റെ ടൈമിൽ സ്ട്രെസ് മാനേജ് ചെയ്യാനായാലും ടൈം മാനേജ് ചെയ്യാനായാലും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സെക്കൻഡ് അറ്റംപ്റ്റിൽ കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത് എക്സാംസ് എഴുതുക എന്നുള്ള കാര്യത്തിലാണ്. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു മിസ്റ്റേക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാനും കൂടുതൽ എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്യാനും സെക്കൻഡ് അറ്റംപ്റ്റിൻ്റെ സമയത്ത് ട്രൈ ചെയ്തിരുന്നു. പഠിക്കുന്ന സമയത്ത് ഓൾറെഡി ഒരു തവണ പഠിച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് ഇപ്പോൾ സെക്കൻഡ് ടൈം പഠിക്കുമ്പോൾ അത് തന്നെ വീണ്ടും കണ്ടിന്യൂസ്ലി അതേ ടോപ്പിക്സ് പഠിക്കുന്നു, അതേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നപ്പോൾ അതിൻ്റെ ഒരു മടുപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നും പഠിക്കുക എന്നുള്ളത് അത്യാവശ്യം ബുദ്ധിമുട്ടായിരുന്നു. ഒരു മടുപ്പ് ഇടയ്ക്ക് ഫീൽ ചെയ്യും. അപ്പോൾ കൂടുതലും അത് ഹാൻഡിൽ ചെയ്യാൻ കൂടുതലും ചെയ്തിരുന്നത് ഒരു പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വീക്കിലത്തേക്ക് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസത്തേക്ക് ഇപ്പോൾ ഒരു കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, എന്തൊക്കെ പഠിക്കണമെന്ന് പ്ലാൻ ചെയ്യുക, ഒരു ദിവസം ഏത് ടൈമിൽ പഠിച്ച് തുടങ്ങണം എന്നുള്ളത് ഒരു പ്ലാൻ ഉണ്ടാവും. മാക്സിമം എല്ലാ ദിവസവും ആ ടൈം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. എക്സാം അടുക്കുന്ന സമയമായപ്പോൾ തൊട്ട് അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു 2 months ഒക്കെ 1 month നമുക്ക് ആ സമയത്ത് റിവിഷൻ ഉണ്ടായിരുന്നു. പ്രോപ്പർ എല്ലാ സബ്ജക്ട്സിനും 2-3 days വെച്ച് നല്ല എഫക്റ്റീവായിട്ട് റിവിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം എക്സാംസ് ഉണ്ടായിരുന്നു കൺസിസ്റ്റൻ്റ് ആയിട്ട്. അപ്പോൾ അത് അത്യാവശ്യം നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എക്സാം സ്ട്രെസ് മാനേജ് ചെയ്യാനായാലും ലാസ്റ്റ് മിനിറ്റ്
പ്രിപ്പറേഷൻ നന്നാക്കാനായാലും ഒക്കെ. പിന്നെ അത്യാവശ്യം ഫാക്കൾട്ടീസും നമ്മുടെ കോർഡിനേറ്റർ ആയിരുന്ന അഞ്ജു മിസ്സും ഒക്കെ അത്യാവശ്യം നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മളിപ്പോൾ സ്ട്രെസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവരെ വിളിച്ചൊന്ന് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ നല്ല ഓക്കെ ആവും. അപ്പോൾ എക്സാം ഒക്കെ അടുത്തപ്പോൾ അവരുമായിട്ടുള്ള കോൺവെർസേഷൻസ് ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എക്സാം അത്യാവശ്യം സ്ട്രെസ് ഫ്രീ ആയിട്ട് എഴുതാനായിട്ട്. എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കോൺഫിഡൻ്റ് ആയിരുന്നു, അത്യാവശ്യം നന്നായി ചെയ്യാൻ പറ്റിയെന്ന് തന്നെ ആയിരുന്നു ഒരു വിശ്വാസം. പക്ഷെ എന്നാലും ഫൈനലി റിസൾട്ട് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ റിസൾട്ട് വന്ന ദിവസം ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു റിസൾട്ട് തന്നെ, ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ റിസൾട്ട് തന്നെ ആയിരുന്നു കിട്ടിയത്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഗേറ്റ് പ്രിപ്പറേഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ട് ഓൾമോസ്റ്റ് ഒരു 2 ഇയറോളം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു, ഒത്തിരി ലോ പോയിന്റ്സ് ഉണ്ടായിരുന്നു. ഒത്തിരി സമയത്ത് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ട് നിന്നിട്ടുണ്ട്, എടുത്ത ഡിസിഷൻ കറക്റ്റ് ആണോ. ഒത്തിരി കാര്യങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, കൂടുതൽ ടൈമും പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. പോയിന്റിൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന പോയിന്റിൽ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ക്വാളിഫൈ ചെയ്താൽ മതി, ഏതെങ്കിലും ഒരു കോളേജിൽ കിട്ടിയാൽ മതി എന്നുള്ളൊരു ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു ടോപ്പ് IIT-യിലേക്ക് തന്നെ അഡ്മിഷൻ ആവുക എന്നുള്ളത് ഇറ്റ്സ് ലൈക്ക് ഒരു ഡ്രീം മൊമെൻ്റ് തന്നെയാണ് എനിക്ക്. തുടങ്ങുന്ന സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. ഒരു ഫാർ ആൻഡ് ഡ്രീം ആയിട്ട് കൺസിഡർ ചെയ്തൊരു കോളേജായിരുന്നു IIT മദ്രാസ് ഒക്കെ. അപ്പോൾ ആ കോളേജിലേക്ക് കിട്ടുക എന്ന് പറയുമ്പം ഇറ്റ്സ് ലൈക്ക് എ ബിഗ് മൊമെൻറ്റ്. ഈ ജേർണിയിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു പ്രോപ്പർ എയിം ഉണ്ടാവണം, ഒരു ഡ്രീം ഉണ്ടാവണം എന്നുള്ളതാണ്. നമുക്കത് കിട്ടിയേ പറ്റൂ, നമുക്കത് വേണം എന്നുള്ളൊരു മൈൻഡ് സെറ്റും ആൻഡ് കണ്ടിന്യൂസ്ലി അതിന് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഒരുപാട് ഇഷ്യൂസ് വരും, സ്ട്രഗിൾസ് വരും, ലോ പോയിന്റ്സ് വരും, നമുക്ക് വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വരും. ബട്ട് സ്റ്റിൽ ആ ഒരു എയിം മനസ്സിൽ വെച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അൾട്ടിമേറ്റ്ലി നമ്മൾ വിചാരിക്കുന്ന പോലൊരു റിസൾട്ട് നമുക്ക് കിട്ടും.